ഹലോ സാറേ, നമസ്കാരം. ഞാൻ എത്തിയായിരുന്നേ. പറയാൻ പറഞ്ഞു. ഞാനേ ഒരു സ്ഥലമൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കായ കുറേ വാസ്തു കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വേണ്ടപ്പെട്ട ഒരാളെയാണ് വിളിച്ചത്. എൻ്റെ പഴയൊരു അധ്യാപകനാണ്, വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ആവാസ് കൺസ്ട്രക്ഷൻ, നമ്മുടെ കുടമാളൂരാണ് ഈ സ്ഥാപനം ഉള്ളത്. വസുദേവപുരം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ഫോണിൽ വിളിച്ചതാണ്. അദ്ദേഹം അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം. വാസ്തുശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെങ്കിലും അഗാധമായ പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഒന്ന് ചോദിക്കണം. അദ്ദേഹത്തിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. ഹലോ സാറേ. ഇതാണ് ഞാൻ പറഞ്ഞ നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ വിമൽകുമാർ സാറ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ശരി, അത് തിരി സംസാരിക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഞാൻ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട്. അതിനാപ്റ്റായിട്ട് ആരാണെന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കുടമാളൂരുള്ള ആവാസ് കൺസ്ട്രക്ഷൻ്റെ പ്രിയപ്പെട്ട വിമൽകുമാർ സാറിന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ നമുക്ക് ധൈര്യസമേതം പുള്ളിയുടെ കുറേ കാര്യങ്ങൾ ചോദിക്കാമല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സാറേ, നമസ്കാരമുണ്ടേ. നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതെ, തീർച്ചയായും. ഒത്തിരി സന്തോഷം കണ്ടതിൽ. ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു സ്ഥലമൊക്കെ മേടിച്ചു. ശരി. വാസ്തു കാര്യങ്ങളൊന്നും നോക്കിയില്ല. ശരിക്കും സ്ഥലമൊക്കെ മേടിക്കുമ്പോൾ വീടൊക്കെ വെക്കുമ്പോൾ വാസ്തുവിൻ്റെ ആവശ്യമുണ്ടോ? വാസ്തു എപ്പോഴും നോക്കുന്നതാണ് നല്ലത്. കാരണം വാസ്തു നോക്കി നമ്മളൊരു വീട് വെച്ചാൽ പിന്നീട് വരുന്ന, അതായത് നമ്മൾ വീട് വെച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് പല കാര്യങ്ങളും പറയും. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് അത് കൂട്ടിച്ചേർക്കലുകളോ പൊളിച്ചു മാറ്റലോ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ തുടക്കത്തിൽ തന്നെ വാസ്തു നോക്കിയാൽ വളരെ നന്നായിരിക്കും. എനിക്ക് പിന്നെ മനസ്സിലായത് സയൻറ്റിഫിക് വാസ്തു കൊണ്ട് നോർമലി അതെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ അതെനിക്കൊരു പുതിയ അറിവാണ് സത്യം പറഞ്ഞാൽ. ഈ മേഖല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോഴാണ് സാറിന് അതേക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. ഈ സയൻറ്റിഫിക് വാസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ? അതായത് കേരളത്തിൽ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഉള്ള പല ഗ്രന്ഥങ്ങളുമുണ്ട്. വാസ്തുശാസ്ത്രം പല മേഖലകളുണ്ട്. ശരി. അതിൽ കേരളത്തിൽ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ തച്ചു ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അതായത് തച്ചൻ്റെ ശാസ്ത്രം കണക്കിൽ അധിഷ്ഠിതമായിട്ടാണ് കേരളത്തിലെ വാസ്തു മുന്നോട്ട് പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തുവിൻ്റെ ഒരു ചെറിയൊരു വിഭാഗം മാത്രമാണിത്. ശരിക്കും നമ്മളൊരു വീട് വാസ്തുപരമായി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സയൻറ്റിഫിക് വാസ്തു അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ സയൻസിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാ മേഖലകളിലും സയൻസും വാസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഭൂമിക്ക് രണ്ട് തരം ചലനങ്ങളുണ്ട്. ശരിക്കും 3 ചലനങ്ങളുണ്ട്. പ്രധാനമായിട്ട് 2 തരം ചലനങ്ങളുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണുമല്ലോ. അതായത് സ്വയം ഭ്രമണം ചെയ്യും, അതുപോലെ തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ ഒരു ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂഗോളം മുഴുവനും അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം മുഴുവനും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വടക്ക് ഭൂമി എങ്ങോട്ടാണ് കറങ്ങുന്നതെന്നറിയാമോ? ഭൂമിയുടെ സ്വയം ഭ്രമണം. നമ്മൾ ഭ്രമണം എന്ന് പറയാതെ എങ്ങനെയാണ് കറങ്ങുന്നതെന്നറിയാമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അറിയാൻ വേണ്ടിയാണ് സാറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതായത് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ടേക്കാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ കറക്കം അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് അത് മുന്നോട്ടൊരു ചലനം കൂടി ഉണ്ടല്ലോ. അത് 29.8 km/s. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഓർക്കുന്നത് ഇത് നിശ്ചലമായി നിൽക്കുവാന്ന്. അത്രയും സ്പീഡിലാണിത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വടക്ക് കിഴക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും കാറ്റടിക്കുന്നുണ്ടോ? ഇല്ല.
കാറിൻ്റെ മുന്നോട്ടുള്ള ചലനം കൂടെ അത്രയും വായു ഓടുന്ന് മാറുന്നതാണ് കാറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതുപോലെ തന്നെ വടക്ക് കിഴക്കേക്ക് ഭൂമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് വടക്ക് കിഴക്ക് നിന്നും ഊർജം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വടക്ക് നിന്നും ജീവ ഊർജവും കിഴക്ക് നിന്നും പ്രാണോർജവും. കിഴക്ക് നമുക്ക് അറിയാമല്ലോ, സൂര്യനാണ്, പ്രാണ ഊർജമാണ് കിഴക്ക് നിന്നും നമ്മളിലേക്ക് എത്തുന്നത്. ഇത് രണ്ടും ഭൂമിയിലേക്ക് വന്ന് അതിനെ നമ്മൾ എങ്ങനെയാണോ റിസീവ് ചെയ്ത് വെക്കുന്നത്, ആ റിസീവ് ചെയ്ത് വെക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ വീടിന് ഐശ്വര്യം. ശരി, നമുക്ക് ഐശ്വര്യം. നമ്മുടെ ഡിഷ് ആൻറ്റിനൊക്കെ പോലെ അതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഗ്രെയിൻസ് ഉണ്ടാവും. അതെ, അത് കറക്റ്റാണല്ലേ. ഈ ഊർജ്ജ പ്രവാഹത്തെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ഫലപ്രദമായിട്ട് നിയന്ത്രിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നുവോ, അതിനൊരു ശ്ലോകമുണ്ട്. പ്രജയപ്രാണോ വിശേഷ് ജീവ ഇച്ഛയാ കുടിലാകൃതി ദീർഘാത്മാ സാ മഹാദേവി പരക്ഷേത്രേ പരാപര എന്നാണ് പറയുന്നത്. അതായത് വടക്കു നിന്നും കിഴക്കു നിന്നുമുള്ള ഊർജ്ജപ്രവാഹം വീട്ടിലേക്ക് വന്ന് വീടിനുള്ളിൽ കുടിലാകൃതിയിൽ, അതായത് അണ്ഡാകാരത്തിൽ ചലിക്കുക. ചലിച്ച് അതിനകത്ത് നിൽക്കുമ്പോഴാണ് ദീർഘാത്മാ സാ മഹാദേവി എന്ന് പറയുന്ന ഒരു ദേവി വന്നിരിക്കും എന്നല്ല പറഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വടക്കു നിന്നും കിഴക്കു നിന്നും ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. അവിടെ നിന്ന് ഊർജ്ജം വീട്ടിൽ വരിക, തെക്കും പടിഞ്ഞാറും ക്ലോസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അണ്ഡാകാരത്തിൽ ചലിച്ച് ഇത് വീടിനുള്ളിൽ നമുക്ക് പ്രയോജനകരമായി നിൽക്കുകയുള്ളൂ. ശരി, വളരെ നല്ലൊരു അറിവാണ് താങ്കളത് പറഞ്ഞത്. അതേപോലെ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ സയൻറ്റിഫിക് വാസ്തുവൊക്കെ നോക്കണോ അതോ? തീർച്ചയായിട്ടും. അതായത് സ്ഥലത്തിൻ്റെ നമ്മളൊരു സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കണം. അതായത് ഭൂമിയുടെ ചെരിവ്. ഇപ്പം നമുക്കറിയാം, വലിയൊരു കുന്നിൻ്റെ 4 സൈഡുണ്ടാവും. അതിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യപ്രകാശം കിട്ടത്തില്ല, ഉച്ചയ്ക്ക് ശേഷമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട സ്ഥലം വടക്ക് കിഴക്കോട്ട് ചായ്വുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ സൂര്യപ്രകാശം ഉണ്ടാവും, കാറ്റുണ്ടാവും, പിന്നെ ജലത്തിൻ്റെ ലഭ്യത. അതുപോലെ തന്നെ നമ്മൾ ഈ വൃക്ഷങ്ങളുടെ ശുഭാശുഭാതമുള്ള വൃക്ഷങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുപോലെ തന്നെ മൃഗങ്ങളുള്ള സ്ഥലം, ഇതൊക്കെ നമുക്ക് വാസയോഗ്യമല്ല. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പരിഗണിച്ച് വേണം നമ്മളൊരു വസ്തു തിരഞ്ഞെടുക്കുവാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് നദികളുടെ സാന്നിധ്യമോ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ, കൃഷി കാര്യങ്ങൾ. ശരി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ആദ്യമായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്ഥലം ഇങ്ങനെ നോക്കി, അപ്പോൾ താങ്കൾ വന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാര്യം ഞാനിപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായി അറിയാവുന്ന ആളെന്ന രീതിയിൽ എൻ്റെ കൂടെ വന്നൊന്ന് സഹകരിച്ച് തരണം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം വാസ്തു കാര്യങ്ങൾ നോക്കി പ്ലാനൊക്കെ വരച്ച് കൊടുക്കാറുണ്ടോ? അതെ, ഞാൻ എൻജിനീയറാണ്. ശരി. അപ്പം നമ്മൾ സൈറ്റിൽ വന്ന് നോക്കി വാസ്തു അനുസരിച്ച് എങ്ങനെയാണോ വീട്ടുകാരുടെ ആവശ്യം അതിനനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളും വന്ന് അതിൻ്റെ പെർമിറ്റ് എടുത്ത് വീട് ചെയ്തു കൊടുക്കുന്നത്. ശരി. വർക്കുകളൊക്കെ നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്? നമുക്ക് വേറെ ആളുകളുണ്ട്, അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. ശരി. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് പഴയ കാലഘട്ടത്തിലെ വീടുകളാണോ ഇഷ്ടം അതോ ന്യൂജൻ? അതങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അതൊരു മിക്സഡ് ആണ്. ചിലർ പറയും നമുക്ക് പഴയ ആ ഒരു എന്താ പറയുക ഗൃഹാതുരത്വമുള്ള വീടുകൾ വേണം എന്ന് പറയും. ചിലർ പറയും പുതിയ പുതിയ മോഡലുകൾ മതി എന്ന് പറയും. ആ ഒരു മിക്സഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യൂട്യൂബ് കാലഘട്ടമാണല്ലോ. യൂട്യൂബിലൊക്കെ അല്പം അറിവുകൾ വെച്ച് ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചൊക്കെ, എല്ലാവരുമല്ല, കുറേ ആളുകൾ ഇങ്ങനെ വാദോരാതെ പറയും. അതേക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? എന്ത് പറയാൻ? അത് ശരിക്കും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് പൊതുവേ നമ്മുടെ ഒരു അറിവ് വെച്ച് നമ്മൾ മനസ്സിൽ നല്ലത് ചിന്തിച്ചാൽ നമ്മളിലേക്ക് നല്ല ആളുകൾ തന്നെ വരും. അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നില്ലേ? തീർച്ചയായും. എന്ന് പറഞ്ഞ പോലെയാണ് ആ മനസ്സിൻ്റെ പൊരുത്തങ്ങൾ. അത് തന്നെ. അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ കൂടിച്ചേരും, നല്ല നല്ല നിർമ്മിതികളുണ്ടാവും. നമുക്ക് എന്താ പറയുന്നത്, ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. മറ്റുള്ളവരൊക്കെ പറയുന്നത് എന്താ, ഒരു വാസ്തുകാരൻ ഇങ്ങി വന്നാൽ അത് പൊളിച്ചു മാറ്റും എന്നാണ് പറയുന്നത്. അതെ, പലപ്പോഴും പൊളിക്കാൻ വരുന്ന ആളെന്നുള്ളതാണ്. അങ്ങനല്ല, പൊളിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ പഴയ വീടാണെങ്കിൽ നമുക്കത് പൊളിക്കാതെ തന്നെ 100% വാസ്തുവിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഒരു അപാകത പരിഹരിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ ഉണ്ടാവും.
അതേസമയം പുതിയ വീട് നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ വാസ്തു അനുസരിച്ച് അതിൻ്റെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് വാസ്തു അനുസരിച്ച് മാത്രം പോരാ, നമ്മുടെ ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം കൂടെ പാലിച്ച് മിനിമം റൂളുകളുണ്ടല്ലോ, അതെല്ലാം പാലിച്ച് വേണം ഗൃഹനിർമ്മാണം. പക്ഷെ അതെല്ലാം പറയുന്നത് ബേസിക്കലി വാസ്തു അനുസരിച്ചാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ 3 മീറ്റർ വിടണം, ബാക്കിൽ 1.5 മീറ്റർ വിടണം, 2 സൈഡിൽ ഓരോ മീറ്റർ വിടണം. പിന്നെ വീടിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച്, നിലകൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെയും വിസ്തൃതി കൂടുന്നുണ്ട്. ബേസിക്കലി വാസ്തു തന്നെയാണ്. അതായത് കാറ്റും വെളിച്ചവും വീട്ടിലേക്ക് യഥേഷ്ടം കടന്നു വരിക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ബേസിക് ഒരു സങ്കല്പം. തീർച്ചയായിട്ടും നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ഈ വാസ്തുശാസ്ത്രം ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് നോക്കി കൊടുത്തിട്ടുണ്ട്? കേരളത്തിന് പുറത്തൊക്കെ ചെയ്തിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഗുരുനാഥൻ കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും സഞ്ചരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിരവധി അവാർഡുകൾ കിട്ടിയ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ അവിടെ ആനക്കൊട്ടിൽ പുനർനിർമ്മാണം നടത്തുകയാണ്. ഇത് വരുമ്പോൾ റെമഡിയൽ വാസ്തുശാസ്ത്ര ഗുരുനാഥൻ വാസ്തുഭാരതി എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ റെമഡിയൽ വാസ്തുശാസ്ത്രത്തിൽ പങ്കെടുത്തതും അതിൻ്റെ അതെ. ഇത് പെണ്ടുല ജ്യോതിഷം അറിയാമല്ലോ അല്ലേ? പെണ്ടുല ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിൻ്റെയാണ്. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരം അത് ചെയ്തതിന് ദേവസ്വം ബോർഡിൽ നിന്നും കിട്ടിയ ഉപഹാരമാണിത്. അതുപോലെ തന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരം ചെയ്തതിൻ്റെയാണ്. അതുപോലെ വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച CMS കോളേജിൽ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ശ്രീ ജോഷോ സാറ് റിട്ടയർ ആയപ്പം തന്ന ഒരു മൊമെൻ്റോയാണ്. ശരി. അപ്പോൾ ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടട്ടെ, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. ശരി. ഏറെ പ്രശസ്തനായ ഗുരുനാഥൻ്റെ ഏറെ പ്രശസ്തനായ ശിഷ്യൻ, നമ്മുടെ ആ ഗുരുനാഥനെക്കുറിച്ച് ഒന്ന് പറയണം. നിലവിൽ തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വാസ്തുഭാരതി എന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലെ ഡോക്ടർ നിഷാന്ത് തോപ്പിലാണ് ഇപ്പോൾ നിലവിലെ ഗുരുനാഥൻ. ഇതിനു മുമ്പ് പല ഗുരുനാഥന്മാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയാണ് ഇവിടം വരെ എത്താൻ സാധിച്ചത്. ഇനിയും വാസ്തു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതെ, നമ്മൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം വാസ്തു പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, എന്നെങ്കിൽ മാത്രമേ അതിൽ എന്തെങ്കിലും ഒക്കെ ആകാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ പറഞ്ഞ സയൻറ്റിഫിക് വാസ്തു. അതെനിക്ക് തോന്നുന്ന കേരളത്തിൽ ഇന്ന് സയൻറ്റിഫിക് വാസ്തു കൈകാര്യം ചെയ്യുന്നത് നിഷാന്ത് സാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് സെൻറ്ററും എല്ലാം ഉണ്ട്. സ്ഥിരം അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ശരി. ഞാൻ രാവിലെ ഈ വസ്തുവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മകൾ അവിടെ നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനായിട്ട് കൂട്ടാം. അവൾ ചോദിച്ചത് ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ്. അപ്പം അവരിതൊക്കെ അംഗീകരിക്കുമോ സാർ? തീർച്ചയായിട്ടും അംഗീകരിക്കും. കാരണം നമ്മൾ ശരിക്കും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നമ്മളൊരു വീട് വെച്ച് വിപരീത ഫലങ്ങൾ വരുമ്പോഴായിരിക്കും എന്നെപ്പോലെയുള്ളോ നിഷാന്ത് സാറിനെ പോലെയുള്ളോ അല്ലെ എൻ്റെ പഴയ ഗുരുനാഥനുണ്ട്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മളുമായിട്ട് ആ ഒരു ട്യൂണിങ് ഉണ്ടല്ലോ, അതായത് പ്രകൃതിയുടെ ട്യൂണുണ്ട്. ആ ട്യൂണ് നമ്മളിലും നമ്മുടെ ഗൃഹത്തിലും വന്നെങ്കിൽ മാത്രമേ അതുമായിട്ട് താതാത്മ്യം ഭാവിച്ച് ഒന്നിച്ച് പോകാൻ പറ്റൂ. ഇപ്പോൾ ഒരു കാറ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഈസിയായി യാത്ര. അതേസമയം നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞിരുന്ന് നോക്കിയേ ബുദ്ധിമുട്ടാവും അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അതിൻ്റെ ട്യൂണിനനുസരിച്ച് അതിൻ്റെ യാത്രയ്ക്കൊപ്പം മുന്നോട്ട് പോവുക എന്നുള്ളത്. നമുക്കറിയാം, ചിന്തകൾ പോസിറ്റീവ് തിങ്കിങ് മാത്രമായിട്ട് കൊടുക്കുക അല്ലേ? പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം ഏറ്റവും പ്രാധാന്യം. പോസിറ്റീവ് തിങ്കിങ് വാസ്തുവിൽ മാത്രമല്ല ജീവിതത്തിലും എല്ലാത്തിനും പോസിറ്റീവ് തിങ്കിങ് മാത്രമേ പാടുള്ളൂ. അതായത് നമ്മൾ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അത് ശരിക്കും പ്രതിസന്ധി തന്നെയാണ്. തീർച്ചയായിട്ടും. ഇനിയും സയൻറ്റിഫിക് വാസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട്
എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യം പറയാം. കാരണം നമ്മുടെ ഗൃഹത്തിൻ്റെ 4 കോർണറുകളിലും ഓരോരോ എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 5 എലമെൻറ്റ്സിൻ്റെ കാര്യം. അതെ. അതായത് നമുക്കറിയാം തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ അഗ്നി കോണാണ്. അവിടെയാണ് അഗ്നി ജ്വലിക്കേണ്ടത്, അവിടെയാണ് വീടിൻ്റെ അടുക്കള വരേണ്ടത്. അതായത് നമുക്കറിയാം പ്രസത്തിൽ കൂടി നമ്മൾ സൂര്യപ്രകാശത്തെ കടത്തി വിടുമ്പോൾ വിബ്ജിയോർ ഉണ്ടാകുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ വരുന്നു. അതിലേറ്റവും ഹാർഡായ രശ്മികൾ വരുന്നതാണ് തെക്ക് കിഴക്കേ മൂല. അതുകൊണ്ടാണ് തെക്ക് കിഴക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അടുക്കള വേണമെന്ന് പറയുന്നത്. അവിടെ വെളിയിൽ നിന്നുള്ള ആ ഊർജം വന്ന് അടുക്കളയിൽ അടിച്ച് അവിടുത്തെയുള്ള നെഗറ്റീവ് വസ്തുക്കളെല്ലാം കളയാൻ വേണ്ടി മാത്രമാണ്. ഈ പറഞ്ഞ ആഹാരത്തിലും എല്ലാം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. അതിന് വേണ്ടിയാണ് തെക്ക് കിഴക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്. കേരളത്തിലെ പണ്ട് മുതലുള്ള പ്രചാരം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് അടുക്കള എന്നുള്ളതാണ്. അതെ അതെ. അത് അതിലും ഏറ്റവും കന്നിമൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകും. അതെ 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 അതെ. അതിലുമൊക്കെ നല്ലത് തെക്ക് കിഴക്ക് തന്നെയാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് നമുക്കറിയാം അത് അഗ്നിയുടെ സ്ഥാനമല്ല, ജലത്തിൻ്റെ സ്ഥാനമാണ് വടക്ക് കിഴക്ക് വരുന്നത്. അവിടെ ജലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വായുമൂലയാണ്. വായുകോണിൽ വായുവാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. അതുപോലെ എല്ലാവരും കേരളത്തിൽ മൊത്തം ഒരു എന്നാ പറയുന്നത് ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന കന്നിമൂല എന്ന് പറയുന്ന കന്നി തെക്ക് പടിഞ്ഞാറ് അത് ശരിക്കും ഭൂമിയുടെ സ്ഥാനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭൂമി വടക്ക് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു വസ്തുവും സഞ്ചരിക്കുന്ന ദിശ വലിപ്പക്കുറവായിരിക്കും ഘർഷണം മൂലം. ബാക്കി ബായ്ക്കായിരിക്കും വലിപ്പം കൂടുതൽ. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഓട്ടോമാറ്റിക് വലിപ്പം കൂടും, വടക്ക് കിഴക്ക് വലിപ്പം കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരിക്കണം, വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കണം. അത് ആ സങ്കല്പത്തിലാണ് അത് പറയുന്നത്. ഈ സയൻറ്റിഫിക് വാസ്തുവിൽ വരുന്നതാണ് ആ കാര്യം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ആയിരിക്കണം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, നമ്മളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറായിരിക്കണം. വടക്ക് കിഴക്കെന്ന് വരുന്ന എനർജി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ്. അതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് വയ്ക്കുന്നതും ദമ്പതികൾ ആ ഗൃഹനാഥനും ഗൃഹനാഥയുടെയും സ്ഥാനം അവിടെ തന്നെ ആയിരിക്കണം. രാജാവ് വന്നാൽ പോലും തെക്ക് പടിഞ്ഞാറേ മുറി ഒഴിഞ്ഞു കൊടുക്കരുതെന്നാണ് അതെ ചരിത്രങ്ങൾ പറയുന്നത്. അത് തന്നെ. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഒരു രഹസ്യം പറയട്ടെ, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ താങ്കൾ ഇതൊക്കെ ഈ നല്ല നല്ല അറിവുകൾ ഒരു ബുക്കായി പ്രസിദ്ധീകരിക്കണം. ഇപ്പോഴത്തെ തലമുറയ്ക്കും അല്ലെങ്കിൽ പഴയകാല തലമുറയ്ക്കൊക്കെ ഒരു റെഫറൻസ് ഗ്രന്ഥമായി അത് വെക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളാണ്. അതെ അതെ. പലരുടെയിൽ നിന്നും പല അറിവുകളാണ്. അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മളും കൂടുതൽ അറിവാളിയാകുന്നത്. ഇതെല്ലാം പല ബുക്കുകളിൽ ഗ്രന്ഥങ്ങളിലെല്ലാം ചെതറി കിടപ്പുണ്ട്. പക്ഷേ നമുക്കത് ഇങ്ങനെ ക്രോഡീകരിച്ച് നിലവിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്തായാലും കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് അറിയണമെന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ എനിക്ക് നമ്മുടെ ആ വസ്തു നോക്കാൻ വേണ്ടി പോകണം. പുതിയ അറിവുകൾ പറഞ്ഞു തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിയപ്പെട്ട സാറിന് പ്രത്യേക നന്ദി പറയുകയാണ്. ശരി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് വാസ്തുവും വാസ്തുശാസ്ത്രവും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു തരികയും വർക്കുകളൊക്കെ ചെയ്തു തരികയും ചെയ്യുന്ന പ്രിയപ്പെട്ട പേമൽ സാറിൻ്റെ സേവനം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യണം. കുടമാളൂരാണ് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസുമൊക്കെ. മനോഹരമായ ഈ ഒരു എപ്പിസോഡ് നിർത്തണം എനിക്ക് എന്നില്ല, എങ്കിലും സമയപരിമിതി മൂലം നിർത്തിയാണ്. എൻ്റെ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പർവൂറിനൊപ്പം പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകൻ വിമൽകുമാർ സാറിനുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. നമസ്കാരം.